ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയ്ക്കടുത്തൊക്കെ നിങ്ങളൊരു വീടും സ്ഥലമൊക്കെ തിരയുന്നുണ്ട് ഉണ്ടെങ്കിൽ ഇതാക്കണേ നിങ്ങൾക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഈ കാണുന്ന 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഒക്കെ ഉള്ള കിടിലനൊരു വീടും മൊത്ത സ്ഥലം വരുന്ന 18 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പ്ലോട്ടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ പരസ്യം ചെയ്തിട്ടൊക്കെ വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോളേ നമ്മൾ ഈ ഒരു വീട് ആര് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിന്റെ പണിയെല്ലാം കഴിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല കിടില നല്ല സൂപ്പർ ഡിസൈനിലാണ് ഇതിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സ്ഥലം ഈ ഒരു പ്ലോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിൽ ചെറുപുഴയിൽ ഒരു 7 കിലോമീറ്റർ മാത്രം മാറിയിട്ട് പ്രാപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് ഉള്ളത്. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന ചെറുപുഴയാണ്. അതുപോലെ വില്ലേജ് വരുന്ന തിരുമേനിയാണ്. പിന്നെ താലൂക്ക് നമുക്ക് പയ്യന്നൂരാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ബാക്കി ഡീറ്റെയിൽ മൊത്തത്തിലൊന്ന് കാണാം നമുക്ക്. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഒക്കെ പറഞ്ഞു കേട്ടോ. നമ്മൾ ചെറുപുഴയിൽ നിന്ന് വരാന്നുണ്ടെങ്കിൽ ഒരു 7 കിലോമീറ്റർ ദൂരമാണ്. നമ്മൾ നേരെ വന്ന് പ്രാപ്പോയിലെത്തും. പ്രാപ്പോയിൽ നിന്ന് നേരെ ഈ റോഡ് പോകുന്നത് റേറോം പോണ റൂട്ടാണ് കേട്ടോ. ബസ് റൂട്ടിലാണ്, ഇടയ്ക്ക് ബസ്സെല്ലാം ഉള്ളതാണ്. ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇതാ ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ പ്ലോട്ട് കേട്ടോ. പിന്നെ അടുത്തത് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്, അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ സ്ഥലത്തിന്റെ അതിരിതാ ഇവിടുന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഈ മതിൽക്കെട്ടിന്റെ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടുന്ന് ഏകദേശം അവിടെ വരെ ഉണ്ട്. നമുക്ക് കണ്ണൂരിനൊക്കെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ 60 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അതുപോലെ പയ്യന്നൂരിനൊക്കെ വരികയെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 39 കിലോമീറ്റർ ദൂരമുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത് തിരുമേനിയാണ്. തിരുമേനിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 4 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പോണ റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. സ്ഥലത്തിന്റെ അതിര് എന്റെ നമുക്ക് ഫ്രണ്ടേജ് ഇവിടം വരെയാണുള്ളത്. പിന്നെ ഇതാകണേ ചുറ്റുഭാഗം മതിലെല്ലാം കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഗേറ്റ് എല്ലാം വെച്ചിട്ടേക്കണാണ്. ഏത് വാഹനങ്ങൾ വേണേലും വീട്ടിലോട്ട് കയറി ചെല്ലാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരി, വീടിന്റെ മുറ്റത്തോട്ട് ഇങ്ങോട്ട് വരുമ്പോ നോക്കണം, മിറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇപ്പൊ നമുക്ക് ആകെ ബാക്കി ബാലൻസ് ഉള്ള പണി പറഞ്ഞാൽ ആ കാണുന്ന ജില്ലയൊക്കെ ഒന്ന് നിരത്തിക്കാണ്ട് മിറ്റൊക്കെ ഒന്ന് ഇന്റർലോക്ക് ചെയ്യാന്നുള്ള ആ ഒരു പണി മാത്രമേ നമുക്ക് ഇതിൽ ബാലൻസ് ഉള്ളൂ കേട്ടോ. വീടിന്റെ ഫ്രണ്ട് നിന്നുള്ള ആ ഒരു ഡിസൈനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാക്കണേ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇതാക്കണേ മുറ്റത്ത് ബോർവെൽ തന്നെ ഉണ്ട്. വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടികളൊക്കെ നമുക്ക് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയി നിർത്താനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ. നേരെ പോർച്ചിക്കാനായിട്ട് കൊണ്ടുപോയി നിർത്തുകയും ചെയ്യാം. പിന്നെ നമ്മളെ മിറ്റൊക്കെ ഇതാക്കണം ചുറ്റുഭാഗം ഇതേപോലെ കെട്ടിയിട്ടുണ്ട്. മിറ്റത്തിന്റെ ചുറ്റുഭാഗം ഇതേപോലെ കെട്ടിന് കേട്ടോ. നമ്മളെ സ്ഥലത്തിന്റെ അതിര് ഇതാക്കണം ഈ കാണുന്നതാണ്, ഈ കെട്ട് കാണുന്നതാണ് ഇതിന്റെ അതിര്. ഇവിടുന്ന് നേരെ മുകളിലോട്ടാണ് സ്ഥലം കിടക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്ലാവ് എല്ലാം ഉണ്ട്. അതുപോലെ ആ ബാക്ക് സൈഡിലോട്ട് കുറെ കവുങ്ങും അതുപോലെ തെങ്ങെല്ലാം ഉണ്ട് കേട്ടോ. വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഒക്കെ അടുത്തടുത്ത് തന്നെ വലിയ വലിയ വീടുകളൊക്കെ ഉള്ള നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നല്ലൊരു പ്രദേശം തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് വീടിന്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. പിന്നെ ചെറുപുഴ ടൗണിന്റെ അടുത്തൊക്കെ നല്ല വീട് കിട്ടാണ്ടോ ചോദിച്ചു കുറെ ചങ്കളെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ കാണുന്ന വീട് നിങ്ങൾക്ക് പറ്റിയാണോ ഒന്ന് നോക്കിക്കോളിട്ടോ. നല്ല കിടിലം വീടാണ്. വീടിന്റെ സിറ്റ് ഔട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫുൾ ഓപ്പൺ സിറ്റ് ഔട്ടാണ്. കണ്ടില്ല നിങ്ങൾ, എല്ലാ പണിയും കഴിഞ്ഞാണ്. നിലത്തിന്റെ ഒക്കെ ടൈൽ കണ്ടില്ല നിങ്ങൾ, നല്ല രസമുള്ള കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ഒന്ന് നോക്കിയാൽ നല്ല കാശുള്ള നല്ല രസമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അടുത്തൊക്കെ വീടുകളുണ്ട്. പിന്നെ വണ്ടിയൊക്കെ ഏത് വേണമെങ്കിലും നേരെ പോർച്ചിക്ക് കൊണ്ട് കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്രണ്ടിലോട്ടുള്ള ഈ തൂണൊക്കെ കണ്ടില്ല നിങ്ങൾ, ഇതിലൊക്കെ ഫുള്ള് ടൈലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഇതാക്കണേ റൂഫ് കണ്ടില്ല, ഫുള്ള് ലൈറ്റും സംഭവങ്ങളൊക്കെ പൊടിപ്പിച്ചിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ്. വീടിന്റെ ഫ്രണ്ട് ഡോർ കണ്ടില്ല, ഫുള്ള് ഡബിൾ ഡോറാണ് വരുന്നത് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരി, അകത്തേക്ക് പോയോക്കാം. ഹാളിലോട്ട് ഇങ്ങോട്ട് വരുമ്പോ കണ്ടില്ല നിങ്ങൾ, ഏതാ മുതലറിയോ, നല്ല കിടുക്കാച്ചി വീട്, നല്ല സൈലന്റ് ആയിട്ടുള്ള നല്ല തണുപ്പുണ്ടല്ലോ ഉള്ളിലൊക്കെ മൊത്തത്തിലല്ലേ. പുതിയ വീട്, പുതുപുത്തൻ വീട്, പുതുമണം മാറാത്ത വീട്. 2700 സ്ക്വയർ ഫീറ്റ് പണിതൊരു കിണ്ണം കാഴ്ച വീടാണ്. ഈ ഒരു വീടിന്റെ വർക്ക് കഴിഞ്ഞിട്ട് വെറും 2 വർഷമേ ആയിട്ടുള്ളൂ കേട്ടോ. വീടിന്റെ സ്റ്റെയർ ഇങ്ങോട്ട് നോക്കിയാൽ നല്ല രസമുള്ള ഡിസൈനാണ്. പിന്നെ ആ ഭാഗത്തുണ്ടല്ലേ അവിടെ ഒരു കുറെ ജനൽ പോലെ ഫുള്ള് ഗ്ലാസ് ഇട്ടേക്കാണ് കേട്ടോ. ആ ഭാഗത്ത് അകത്തോട്ട് ഹാളിലോട്ട് നല്ല രീതിക്ക് വെളിച്ചം കിടക്കുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ആ റൂഫിലോട്ട് നോക്കിയാൽ ഫുള്ള് ആ ഭാഗത്തുണ്ടല്ലോ ഞങ്ങള് നല്ലൊരു ഡിസൈൻ കേട്ടോ. അത് വേറെ ഒരു ഡിസൈനാണ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഹാള് നല്ല സ്പേസ് ഉള്ള വലിയ ഹാളാണ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വീടിന് മൊത്തം 4 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ 2 റൂം നമുക്ക് ഈ ഭാഗത്താണ് വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരാനുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് ലിവിങ് സ്പേസ് വരുന്നുണ്ടോ. വന്നു നോക്കിക്കേ, അകത്തേക്ക് നല്ല വെളിച്ചം കിടക്കുന്ന രീതിയിലാണ് ജനലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് ഒരു 3 കള്ളി ജനലുണ്ട്. പിന്നെ ഇവിടെ 2 ജനലുണ്ട്, 2 കള്ളിന്റെ 2 ജനലുണ്ട്. പുറത്തോട്ട് ഈ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വെളിച്ചവും കിടക്കും കേട്ടോ. പിന്നെ ഇവിടെ TV യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്.
ഈ ഒരു സോഫ സെറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നുണ്ട് നമുക്ക് ടി വി കാണാൻ. ഈ ഗസ്റ്റുകളൊക്കെ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള എന്താ പറയുക സോഫയിലൊക്കെ ഇരുന്ന് സംസാരിക്കുക, ചായ വെള്ളമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ അതെ, ഒന്നിച്ച് എല്ലാവർക്കും ഇരിക്കാനും വർത്താനം പറയാനൊക്കെ പറ്റും. പിന്നെ ടൈല് കണ്ടില്ലേ, എല്ലാവർക്കും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് കണ്ടില്ലേ, അതിന്റെ വൈറ്റ് കളറിലുള്ള ഒരു ഡിസൈനിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി വാ ഇങ്ങോട്ട് വാ, നമുക്ക് ആദ്യത്തെ റൂം കാണട്ടോ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയാണ് ഒരു വാഷിംഗ് ഏരിയ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൂടി ഉണ്ട്. നമ്മളെ 2 റൂമിനും കൂടെ ഉള്ളതാണ് കേട്ടത്, റൂമിന്റെ അടുത്തുള്ളതാണ്. ബാത്റൂമിന്റെ ഒക്കെ ടൈലാണെങ്കിലും നല്ല കളറുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഇങ്ങോട്ട് നമുക്ക് ആദ്യത്തെ റൂം കാണാം. ഇങ്ങോട്ട് വന്ന് നോക്കണേ, റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂമാണ്. 2 ഭാഗത്തേക്കും ജനല് വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് രണ്ട് ജനലുണ്ട് കേട്ടോ, 2 കള്ളിന്റെ. ഇവിടെ 3 കള്ളി ജനലുണ്ട്. നല്ലോണം വെളിച്ചം അകത്തേക്ക് കടക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരേ കളർ ടൈലാണ് എല്ലാവർക്കും ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം വലിയ റൂം തന്നെയാണ്. റൂഫ് കണ്ടില്ലെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കുന്നത്. നല്ല സൂപ്പർ വീടാട്ടോ. വീടിന്റെ പ്ലംബിങ് വയറിങ് എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇങ്ങോട്ട് വരും. അടുത്ത നമ്മളെ 2ാമത്തെ റൂം നമുക്ക് ഇവിടെയാണ് ഉള്ളത് കേട്ടോ. നിങ്ങൾ നോക്കിയാണ് നിങ്ങള്, വലിയ റൂമാണ്. നേരത്തെ കണ്ട അതേപോലെ തന്നെ വലിയ റൂമാണ്. ഇവിടേക്ക് ഒരു 3 കള്ളി ജനലുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. വലിയൊരു കട്ടിലോ ഒരു അലമാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം സ്പേസ് ഉണ്ട്. പിന്നെ ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട്. ബാത്റൂമിന്റെ ഒക്കെ ടൈലാണെന്നുണ്ടെങ്കിലും നല്ല കളർ ടൈല്, നല്ല ഡിസൈനിലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പൊ 2 റൂം കണ്ടില്ല നിങ്ങള്, 2 റൂം കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നോക്കിയാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യട്ടോ. നല്ല നീറ്റായിട്ട് സൂപ്പർ വീട്, നല്ല രസമുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കാണേണ്ടതാക്കണേ, അടുക്കളയാണ് കാണേണ്ടത്. ഇനി ഇങ്ങോട്ട് വരെ അങ്ങോട്ട് അടുക്കളയ്ക്ക് പോകുമ്പോൾ തന്നെ ഈ കാണുന്നത് ഇത് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ഡൈനിങ് ഏരിയ തന്നെ നമുക്ക് ഒരു 5-6 ആൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യത്തിനുള്ള വലിയ മേശടാൻ സൗകര്യമുള്ള വലിയ ഡൈനിങ് ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് കാണുകയും ചെയ്യാം അല്ലെ. അതെ, റൂമിലോട്ട് പ്രത്യേകമായിട്ട് അങ്ങനെ എന്താ പറയാ പ്രൈവസി ഉണ്ട്. നമുക്ക് റൂമിലോട്ട് 2 സൈഡിലോട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്. നമ്മൾ ഡൈനിങ് ഏരിയ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് അടുക്കളയൊക്കെ വരുന്നത്. അടുക്കള ആണെങ്കിലും വലിയ അടുക്കളയുണ്ട്. അങ്ങോട്ട് വന്ന് നോക്കിയാണ് നിങ്ങൾ അടുക്കളേന്റെ ടൈല് കണ്ടില്ല, വേറെ കളറിലുള്ള ഒരു ഡിസൈനിലുള്ള വേറെ ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ സ്റ്റോറേജ് സ്പേസ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് പൊടികളും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പാചകം എല്ലാം ഉണ്ട്. അതുപോലെ ഇവിടെ സ്റ്റോറേജ് സ്പേസ്, ഫാബ്രിക്കേഷന്റെ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡ്രൈവും കാര്യങ്ങളെല്ലാം സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ. ഇനി എക്സ്ട്രാ നിങ്ങൾ വേറെ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, വരിക പൈസ കൊടുക്കുക, ആധാറാക്കുക, വീട് സ്വന്തമാക്കുക അല്ലെ. അതെ. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ റൂമും കൂടി ഉണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള സ്റ്റോർ റൂം എല്ലാം ഉണ്ട്, വലിയൊരു പാതകമൊക്കെ ആയിട്ട്. സ്റ്റോർ റൂമിന്റെയും ഈ അടുക്കളേന്റെ ഒരേ ടൈലാണ് കേട്ടോ. ഇനി അടുക്കളയിൽ നിന്ന് ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് വർക്ക് ഏരിയ. വർക്ക് ഏരിയ ഇങ്ങോട്ട് വന്നു നോക്കിയാണ്, വലിയ വർക്ക് ഏരിയ ആണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്, വലിയതാണ്, നല്ല നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കാം. പിന്നെ ഇതിന്റെ ഒക്കെ സൈഡിൽ ഇവിടെയൊക്കെ ഭിത്തിയെല്ലാം ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് മിക്സി എല്ലാം വെച്ചിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സോക്കറ്റും സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, സ്വിച്ച് എല്ലാം. പിന്നെ പാത്രം കഴുകാനൊക്കെ ഉള്ള സൗകര്യത്തിന് ആ ഒരു പാതകം ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിനും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ചുറ്റുഭാഗം ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഗ്രില്ല് ഇട്ടേക്കാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ ഒരു വിറകടുപ്പിനുള്ള ആ ഒരു സ്പേസ് ഇവിടെ ആക്കിയിട്ടുണ്ട്. വിറകടുപ്പ് വെക്കണം എന്നുണ്ടെങ്കിൽ വിറകടുപ്പ് വെക്കാം അല്ലെ. പിന്നെ ഇത്ര വലിയ ഒരു വീട് വെക്കുമ്പോൾ എന്തായാലും വിറകടുപ്പ് സാധ്യത വളരെ കുറവാണ്. അതെ, അതുകൊണ്ടാണ് ഇപ്പൊ അതിനകത്ത് അടുപ്പ് വെക്കാത്തുള്ളത്. വേണമെങ്കിൽ വെക്കാന്നുള്ള രീതിയിൽ അവിടെ സ്പേസ് അതിനുള്ള മാറ്റിട്ടാ. പിന്നെ ഗ്യാസ് സ്റ്റവ് വെക്കാനുള്ള സ്പേസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിന്റെ ചുറ്റുഭാഗം ഇവിടെ സൈഡിലെല്ലാം ഗ്യാസ് സ്റ്റവ് വെക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇതൊക്കെ ആണെങ്കിൽ അല്ലേ. അതെ. അപ്പൊ അതിന്റെ ഒക്കെ ഭിത്തിയിലെല്ലാം ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ വീടിന്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു കെട്ട് കാണുന്ന അവിടെ വരെയാണ് ഇതിന്റെ അതിര് വരുന്നത് കേട്ടോ. ബാക്ക് സൈഡില് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ. അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ബാക്ക് സൈഡിൽ നമുക്ക് പറമ്പിൽ കവുങ്ങും തെങ്ങൊക്കെയാണുള്ളത്. അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കട്ടോ. ഇനി ഇങ്ങോട്ട് വരി. നമുക്ക് അടുത്തത് വീടിന്റെ ബാക്കി റൂമും സംഭവങ്ങളൊക്കെ മേലെയാണുള്ളത് കേട്ടോ. നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് എടുക്കാതെ നിങ്ങൾ പോയില്ല കേട്ടോ. അജാതി വീടാണ്, അങ്ങനത്തെ മുതൽ വീടാണ്. ഇനി നോക്കിക്കോളൂ, സ്റ്റെയറിന്റെ ഒക്കെ ടൈലാണല്ലേ. സ്റ്റെയറിന്റെ വേറെ കളറിലുള്ള ടൈലാണ് കേട്ടോ. ഒരു വുഡൻ കളറിലുള്ള ഒരു സ്റ്റൈലിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. ഇതിന്റെ സ്റ്റെയറിന്റെ പിടിയൊക്കെ കണ്ടില്ലേ. ഇനിയിപ്പോ നമുക്ക് സ്കൂളൊക്കെ വരുന്നത്, സ്കൂൾ നമുക്ക് ഇവിടെ പ്രായപ്പോയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ, 500 മീറ്റർ ദൂരമുള്ളൂ പ്രായപ്പോയിലോട്ട്. അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. പിന്നെ തിരുമേനിക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആരാധനാലയങ്ങളിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രായപ്പോയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. ഇനിയിപ്പോൾ അതിൽ മുസ്ലിം പള്ളിക്കാണെങ്കിൽ അതും ഉണ്ട്, അവിടെ മുസ്ലിം പള്ളി ഉണ്ട്. തിരുമേനിക്ക് എത്തി അവിടെ ഉണ്ട് മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയൊക്കെ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കോളെ, ഈ സ്റ്റെയറിന്റെ പിടി ഇങ്ങോട്ട് നോക്കിയാണ് വേറെ പ്രത്യേക ഡിസൈനിലാണ് ഇതിന്റെ ചെയ്തിട്ടുള്ളത് കേട്ടോ വർക്ക്. ഇത് കണ്ടില്ലേ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക്
ഹാളിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കാണുകയും ചെയ്യാം. പിന്നെ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയാണ് ഇവിടെ ഫുള്ള് ഗ്ലാസ് ഇട്ടേക്കാൻ മേലെ കേട്ടോ. ഇത് കണ്ടില്ല നിങ്ങൾ, വേറെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് കണ്ടോ, ഇവിടെയും ഫുള്ള് ഗ്ലാസ് ഇട്ടേക്കാണ്. പിന്നെ ഇനി വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ നോക്കിയാണ് നമ്മൾ മേലേക്ക് വരുമ്പോൾ സാധാരണ നമ്മളിങ്ങനെ ഇങ്ങനെയല്ലേ പോവുക ഓരോ ഭാഗത്തേക്ക്. ഇതിങ്ങനെ ഈ സെൻറ്ററിൽ ഇങ്ങനെ ഒരു പാലം പോലെ ആ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കാണുകയും ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല കിടിലം കിടക്കാച്ചി വീട്. അപ്പൊ നമ്മള് മുകളിലോട്ട് വരുമ്പോ മേലെ നമുക്ക് 2 റൂമാണ് വരുന്നത് കേട്ടോ. ഒരു റൂം ഈ ഭാഗത്തും രണ്ടാമത്തെ റൂം നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടാണുള്ളത്. അപ്പൊ ഞാൻ ആദ്യത്തെ റൂം കാണിച്ചു തരാം, അങ്ങോട്ട് വരും. ഇതാണ് നമ്മളെ മേളിലത്തെ ആദ്യത്തെ റൂം കേട്ടോ. അതായത് നമ്മളെ 3ാമത്തെ റൂം. വലിയ റൂമാണ്. ഇവിടെ വന്ന് നോക്കിയാണ് നിങ്ങള്, നല്ല രസമുള്ള വീടാണ്. നല്ല വലിയ റൂം തന്നെയാണ് അല്ലേ? 2 കട്ടില അലമാരയൊക്കെ ഇടാനുള്ള വലിയ സൗകര്യം ഉണ്ടല്ലോ. വലിയ റൂമാണ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ റൂഫൊക്കെ ശരിക്കും നോക്കിക്കോളി, നല്ല നീറ്റായി കിടക്കാണ് മൊത്തത്തില്. ജനൽ ഇതാക്കണ്, ഈ ഭാഗത്തേക്ക് 3 കള്ളി ജനല്, ഇവിടേക്ക് ഇതാ 2 ജനലുണ്ട്, 2 കള്ളിന്റെ. ജനലിന്റെ ഒക്കെ ഗ്ലാസിനൊക്കെ നല്ല ഡിസൈനൊക്കെ ഉള്ള ഗ്ലാസ് ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇതാക്കണേ നിലം എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് നിലത്തിന്റെ വരുന്നത്. പിന്നെ നമുക്ക് ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട്. ബാത്റൂമിന്റെ ഇതുണ്ടല്ലേ, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വലിയ ബാത്റൂം തന്നെയാണ്. വേറെ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ എല്ലാം ക്വാളിറ്റി നല്ല മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അതെ, ബാത്റൂമിന്റെ ഒക്കെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും നല്ല ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇങ്ങോട്ട് വരി, അടുത്ത നമ്മളെ 2ാമത്തെ റൂം നമുക്ക് ഇവിടെയാണ് ഉള്ളത് കേട്ടോ. ഇനി ഈ റൂം കൂടെ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് വന്നു നോക്കിയാണ് നിങ്ങള്. വീട് എന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാച്ചി വീട്, സൂപ്പർ വീട്, വലിയ റൂം. അതേപോലെ മൊത്തം സെയിം ആണ്, എല്ലാ റൂമും സെയിം ആണ് കേട്ടോ, ഒരേപോലെ വലിയ റൂമാണ്. അപ്പോൾ 4 റൂം കണ്ടു കഴിഞ്ഞില്ലേ. ഇനി ഇങ്ങോട്ട് വരി, നമ്മൾ ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഈ ഒരു ഭാഗത്തോട്ടൊന്ന് കാണിച്ചു തരാം, ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇനി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മളെ ബാൽക്കണി വരുന്നത് കേട്ടോ. ബാൽക്കണി ഇങ്ങോട്ട് വന്ന് നോക്കിയാണ് നിങ്ങൾ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയുള്ള കാഴ്ച ഉണ്ടെങ്കിൽ ഏതാ മുതലെന്നറിയാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇനി ഒരു റൂഫൊക്കെ, ഇവിടെ റൂഫെല്ലാം ചെയ്യാം. അതായത് ഗ്ലാസ് ഒക്കെ ഇട്ടുങ്ങാണ്ടൊന്ന് സെറ്റാക്കുക. ഈ ഭാഗത്ത് ഗ്ലാസ് ഒക്കെ ഇട്ട് കഴിഞ്ഞൊന്ന് സെറ്റാക്കിയിട്ട് ഇവിടെ ചുറ്റുഭാഗം ഒരു പിടിയും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു സ്റ്റൈലൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ കാറ്റ് കൊണ്ട് ചായ ഒക്കെ കുടിച്ചിരിക്കാനും ഗസ്റ്റുകളോ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കാനും ഒക്കെ പറ്റും. നല്ലൊരു ഏരിയ, നല്ല സൈലന്റ് ആയിട്ട് സ്കൂളിലോട്ടൊക്കെ പറഞ്ഞുകൂടാ, നല്ല സൗകര്യം കേട്ടോ. ഇടയ്ക്ക് ബസ് ഉണ്ടല്ലേ ഇതിലെ? ഇടയ്ക്ക് ബസ് ഉണ്ട്. പിന്നെ സ്കൂൾ ബസ്സൊക്കെ ഇതിൽ പോണതാണ്. പിള്ളേരെങ്ങോട്ട് ഒരുക്കി ഇറക്കി നിർത്തിയാൽ മതി. അടുത്ത് വീടുകളൊക്കെ കണ്ടില്ല, ഞങ്ങളെ ചുറ്റുഭാഗം പറഞ്ഞ് കാണില്ലേ. ഇനി ഇങ്ങോട്ട് വരും, നമുക്ക് അടുത്തത് നമുക്ക് ഇനി ആ ഒരു ഭാഗത്തോട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, ബാക്ക് സൈഡിലോട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തോട്ട് പോകാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു നോക്കി. ഇനി ബാക്ക് സൈഡിലോട്ട് നമ്മൾ ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഒരു നല്ല നീളമുള്ളൊരു സ്റ്റോർ റൂം ഉണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ സ്റ്റോർ റൂമിൽ നമുക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം. പിന്നെ ഇനി ഇവിടെ കുറച്ച് ഡ്രസ് വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുണി കാര്യങ്ങളൊക്കെ വിരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ആവും ചെയ്യും. ഇവിടെ ഡ്രസ് വർക്ക് ചെയ്ത് അതിനുള്ള സൗകര്യം കൂടി ഉണ്ടാവും. ചുറ്റുഭാഗം ഒന്ന് ഗ്രില്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വീട് അത് വീട്, പിന്നെ നമ്മളെ പുറകോട്ട് വീടുകളുണ്ട്. നമ്മള് അപ്പൊ നമ്മളെ വീടിന്റെ മൊത്തത്തിലുള്ള ആ ഒരു സൗകര്യമാണ് ഇപ്പൊ നമ്മള് കാണിച്ചെന്ന് കേട്ടോ. ഇനി അടുത്ത് കാണാനുള്ള നമുക്ക് പറമ്പിൽ മുറ്റത്ത് പോയിട്ട് ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ ബാക്ക് സൈഡിലുള്ള അതിരും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ പോയോക്കാം. ഇതാണ് നമ്മളെ വീടിന്റെ ബാക്ക് സൈഡിൽ ഈ ഭാഗത്ത് ആക്കണം. ഇവിടെയൊക്കെ ഫുള്ള് മിറ്റെല്ലാം കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിര് ഇതാക്കണം, അതിലാണ് വരുന്നത്. ആ കാണുന്ന കെട്ടിന്റെ അവിടം വരെയാണ് നമുക്ക് ഇതിന്റെ അതിര് കിടക്കുന്നത്. ഈ ജില്ലയൊക്കെ നമുക്ക് മുറ്റത്ത് നിരത്താനുള്ള കേട്ടോ, ഇന്റർലോക്ക് ഇടാനുള്ള പണിക്കുള്ളതാണ്. അപ്പൊ ഇതാക്കണ് ഇവിടെ ആ കെട്ട് കാണുന്നതിന്റെ അവിടം വരെയാണ് നമുക്ക് ഇതിന്റെ അതിര് പോകണം. ഇവിടെ ബാക്ക് സൈഡിൽ നമുക്ക് കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം മണ്ണുള്ള സ്ഥലമാണ്. കപ്പ, ചേന, ചേമ്പ് അങ്ങനത്തെ വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷികളൊക്കെ ചെറിയ രീതിയിൽ ചെയ്യാനെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിലേക്ക് കറിക്ക് കൂട്ടാനുള്ള തേങ്ങയൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അത്യാവശ്യം തേങ്ങയൊക്കെ കിട്ടുന്നതാണ്. ഇപ്പൊ ബാക്ക് സൈഡിലോട്ട് ഈ ഒരു സൈഡിലോട്ട് വരാനുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഈ സൈഡിലേക്കും വീടുകളുണ്ട്. നമ്മൾ വീടിന്റെ ഇപ്പുറം ഭാഗത്താണ് നിൽക്കുന്നത് കേട്ടോ. ഈ ഭാഗത്ത് നമുക്ക് അതിലാണുള്ളത്. അപ്പോൾ അങ്ങനെ വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പ്രാപ്പൂൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ ഈ ഒരു 18 സെൻറ്റ് സ്ഥലം, ഈ 2700 സ്ക്വയർ ഫീറ്റ് വീടിനും ഈ ഒരു ലെവലിൽ ഇപ്പോൾ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ പിന്നെ ഇതിനകത്ത് ഇൻ്റർലോക്കും കാര്യങ്ങളും കുറച്ച് എന്താ പറയുക അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള റേറ്റ് വേറെയാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇവർ ഇനി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ
രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണായിട്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇതേപോലെ എന്താ പറയുക ചെറുപുഴ ഏരിയയിലൊക്കെ വീടും സ്ഥലമൊക്കെ അന്വേഷിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.